രേണുസുതിയാണേ. അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേണ്ട 2 ആൺമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലല്ലോ, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണുസുതി വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണുവിന്റെ കുറെ അധികം നെഗറ്റീവ് ഒക്കെ മാറി നല്ല രീതിയിൽ പോസിറ്റീവ് ആവുകയും രേണുവിനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇനാഗ്രേഷന് പോകുന്ന സമയത്ത് കുറെ അധികം മീഡിയക്കാർ ചോദിച്ചു എന്താണ് കല്യാണത്തെ കുറിച്ചൊക്കെ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോ രേണു പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് എന്നെയും എന്റെ 2 മക്കളെയും സ്വീകരിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കല്യാണം കഴിക്കും എന്നുള്ള ഒരു മറുപടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ രേണുവിന്റെ ഈ ഒരു മറുപടി കണ്ടപ്പോ വീട് വെച്ച് നൽകിയ ഫിറോസ് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട്, രേണുവിന്റെ ഏതൊരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു. നിങ്ങൾ കല്യാണം കഴിക്കുന്നതോ ഇല്ലാതൊക്കെ കൊള്ളാം, ആ ഒരു വീട് ഞങ്ങൾക്ക് തിരികെ തരുവാണെന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഞങ്ങൾ എത്തിക്കും എന്നുള്ള ഒരു കമന്റ് ഈ പറയുന്ന ഫിറോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു മറുപടിയായിട്ടാണ് രേണു പറഞ്ഞത്, രേണു കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ളത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിന് ഫിറോസ് വന്നിട്ട് കമന്റ് ഇട്ടത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നോ ഇല്ലയോ, നിങ്ങൾ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കുമെന്നുള്ളത്. അതെന്താണ് പുള്ളി ആ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം രേണു പറയുന്ന പോലെ രേണുവിനല്ല ആ ഒരു വീടോ സ്ഥലമോ ഒന്നും എഴുതി കൊടുത്തിരിക്കുന്നത്. രേണുവിന്റെയും സുധിയുടെയും 2 മക്കൾക്കാണ് ആ ഒരു സ്ഥലവും വീടും ഒക്കെ വെച്ച് നൽകിയതും കൊടുത്തിരിക്കുന്നത്. അപ്പൊ രേണു കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അത് ഫിറോസിന് വന്നിട്ട് അങ്ങനെ ഒരു കമന്റ് ഇടേണ്ട കാര്യവുമില്ല. അവര് കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, അവർക്ക് ഇനിയും ജീവിതമുണ്ട്, അവർക്കൊരു കൂട്ട് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ രേണു പറയുന്നുണ്ട് എന്റെ 2 മക്കളെയും സ്വീകരിക്കാവുന്ന ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കുമെന്ന്. അപ്പൊ അതിന് ഇപ്പൊ ഫിറോസിന് വന്നിട്ട് അങ്ങനെ ഒരു കമന്റ് ഇടേണ്ട കാര്യമില്ല. അവിടെ അത് ഫിറോസ് ചെയ്ത തെറ്റ് തന്നെയാണ്. രേണു കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും വീട് എന്തിനാണ് കൊടുക്കുന്നത്? രേണുവിന്റെ പേരിലല്ല ആ ഒരു വീട് നൽകിയിരിക്കുന്നത്, രേണുവിന്റെ 2 മക്കളുടെ പേരിലാണ് ആ വീട് നൽകിയിരിക്കുന്നത്. പിന്നെ ഇപ്പൊ രേണുവിന്റെ ഇളയ മോൻ എന്ന് പറയുമ്പോ 4-5 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ കുഞ്ഞിനെ ഇട്ടേച്ച് രേണുവിന് അവിടുന്ന് പോകാനും പറ്റില്ല. അവിടെ ഫിറോസ് ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനൊരു മറുപടി ആയിട്ടാണ് രേണുവിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ രേണു ആണെങ്കിൽ പോലും ഈ ഒരു വീടിന്റെ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ശാരിക രേണുവിന്റെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വീടിന്റെ വിഷയം വീണ്ടും പറയുന്നുണ്ട്. എന്നാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഇത് ഞാനിപ്പോ ഇവിടെ ആരോടും ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിലോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്. പിന്നെ മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയുന്നത്. അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവരെ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമർത്തുന്നില്ല. അവരങ്ങനെ കമർത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു 2 ആഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ?
അതുകൊണ്ടാണ് അവര് വെളുപ്പിനെ 4 മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ പോലും ഇറക്കാം 7 മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സ്റ്റാറ്റസ് ഇടുന്നോണ്ടല്ല അപ്ഡേഷൻ അറിയില്ല. അവര് ട്രാവലിംഗിലാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പോലും കിടന്നുറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും, അയ്യോ രേണുസുതി ബഹറിൽ പോയോ, രേണുസുതി ഖത്തറിൽ പോയോ. ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാട്ടെ. എനിക്കത് പറയാതെ അവളോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികേടായി പോകും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രേണുവിന്റെ ഭാഗത്തും ചെറിയ തെറ്റുകളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വിഷയം നമുക്കറിയാം. ഇതിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു വീടിന്റെ വിഷയം നല്ല രീതിയിൽ ചർച്ചയായതാണ്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട്, ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുസുതി പറഞ്ഞിരുന്നു. അത് നല്ല രീതിയിൽ ചർച്ചയായതുമാണ്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ കുത്തിപ്പൊക്കുന്നത് അതത്ര നല്ലൊരു ഇതല്ല. അവര് വീട് വെച്ചു കൊടുത്തു. അത് തന്നെയല്ല, അവര് പറയുന്നുണ്ട് രേണുസുതി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം അവർക്ക് നല്ല നല്ല പ്രോജക്റ്റുകളൊന്നും കിട്ടുന്നില്ല, അവര് ബിസിനസ് ഒക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ രേണുസുതി ആണെങ്കിൽ പോലും അവരും വീണ്ടും ഈ ഒരു വിഷയം കുത്തിപ്പൊക്കുന്നത് അത്ര നല്ലതല്ല. എങ്കിൽ ഫിറോസ് ആണെങ്കിലും ഇപ്പൊ അവര് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതും തെറ്റ് തന്നെയാണ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ഒരു കയറി കിടക്കാൻ ഒരു സ്ഥലമോ അല്ലെ വീടോ ഒക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ രേണുവിനും രേണുവിന്റെ മക്കൾക്കും ഇങ്ങനെ ഒരു വീട് വെച്ച് നൽകിയതും സ്ഥലം കൊടുത്തതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതായത് വീട് വെച്ച് കൊടുത്തതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട്. അതാണല്ലോ ഇപ്പൊ എത്ര വർഷമായി, ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒന്നല്ലെങ്കിൽ അത് ഫിറോസ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രേണു തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പൊ ഇവിടെ രണ്ടു കൂട്ടരും അങ്ങും ചെളി വാരി എറിയാണ്. രേണു ആണെങ്കിൽ പോലും വീടിന്റെ കാര്യം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നു. ഫിറോസ് ആണെങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും വന്ന് ഓരോന്ന് പറയുകയും, ഇപ്പൊ രേണു കല്യാണം കഴിക്കാൻ പോകുന്നതിന് അയാൾ വന്ന് പറയുന്നു വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഞങ്ങൾ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും വീണ്ടും രേണുസുതി ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. കഴിച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം. അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ സുധിയുടെ മക്കൾക്ക്, സുചേട്ടന്റെ മക്കൾക്ക് അവര് തന്നെ കൊടുക്കും. പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത്. ഒരു കമന്റിലൂടെ അല്ലേ പുള്ളി പറഞ്ഞത്? അല്ല, ശരിക്കും അത് അതിന്റെ ഫിനാൻസ് ഒക്കെ കുറെ ആൾക്കാരുടെ അല്ലേ, അയാളുടെ മാത്രം പൈസ കൊണ്ടല്ലേ? ഞാൻ അറിഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുടെയാണെന്നാണ്. 30 കുടുംബങ്ങളുടെയാണ്, ദുബായിലും പുറത്തൊക്കെ ഉള്ള ഒരുപാട് പ്രവാസികളുടെയും കൂടെ പൈസയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ പേരിലെ അല്ല വീട്, സ്ഥലം ഒന്നും എന്റെ പേരിലല്ല. കൊല്ലം സുധി എന്ന് പറഞ്ഞ അതിലെ കലാകാരൻ എന്റെ ഹസ്ബൻഡിന്റെ 2 മക്കളുടെ ആൺപിള്ളേരുടെ 2 പേരുടെയും പേരിലാണ് അറിയുന്നത്. പിന്നെ ഞാൻ എന്താണ് ഇറങ്ങിയിട്ട് എനിക്കറിയില്ല, എന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ അവിടെ നിന്നേ പറ്റത്തുള്ളൂ. അവൻ കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങി കൊടുക്കണം. അപ്പൊ ഇവരീ പറയുന്നുണ്ട് എനിക്ക് ആ കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല, കൊച്ചിനാരുമില്ല, അവൻ കുഞ്ഞാണ്, അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ. അവൻ ഇത്രയും കേട്ടിട്ടും